ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്റെ അച്ഛന്റെ വാക്കുകൾ ഇന്നേ വരെ ഞാൻ അനുസരിക്കാതിരുന്നിട്ടില്ല. അച്ഛനാ എനിക്കെല്ലാം. ആ അച്ഛൻ എന്നോട് ചാരുവിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പറഞ്ഞപ്പോ അനുസരിക്കല്ലാതെ വേറൊരു വഴിയും എന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഒരു വശത്ത് ചാരുവിന്റെ ജീവിതം, മറ്റൊരു വശത്ത് എന്റെ അച്ഛന്റെ അഭിമാനം. ആ സമയത്ത് ഞാൻ ചാരുവിനെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ അച്ഛനിന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. അച്ഛനെന്തെങ്കിലും സംഭവിച്ച ചാരുവും ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ വേറെ എന്ത് ചെയ്യാനാ ശ്രേയ? ഞാനും ഇഷ്ടത്തിലാണെന്ന് നീ പറയണമായിരുന്നു. അങ്ങനെ പറയാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല ശ്രേയ. നമ്മുടെ ഇഷ്ടം ആ ടൈമിൽ പറഞ്ഞ ചിലപ്പോ കല്യാണ വീടും മരണ വീടായി പോകുന്നുള്ള പേടിയിൽ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. രണ്ട് ജീവൻ പോകുന്നതിനേക്കാൾ നല്ലത് എന്റെ ഇഷ്ടം വേണ്ടെന്ന് വെക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാൻ ചാരുവിനെ കല്യാണം കഴിച്ചത്. നിന്റെ അച്ഛനെയും ചാരുവിനെയും ഓർത്തപ്പോ ഒരു നിമിഷമെങ്കിലും എന്റെ കാര്യം നീ ഓർത്തോ? അച്ഛന്റെയും ചാരുവിന്റെയും സന്തോഷം നീ ആഗ്രഹിച്ചപ്പോ എന്റെ വേദന നീ ഓർത്തോ? എനിക്കതിന് മറുപടിയില്ല ശ്രേയ. അതൊക്കെ വിട് ആകാശ്. നീ ചാരുവിനെ വിട്ട് എന്റെ കൂടെ വാ. ഇപ്പോഴും ഞാൻ പറയുന്നത് നീ കേൾക്ക്. നമ്മൾ സ്വപ്നം കണ്ട ജീവിതം ജീവിച്ചു തീർക്കാം നമുക്ക്. ഇല്ല ശ്രേയ, അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ചാരുവിനെ കല്യാണം കഴിച്ചതെങ്കിലും ഇപ്പൊ ഞാൻ അവളെ മനസ്സാലെ ഭാര്യയായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഇഷ്ടം അത് വേണ്ടെന്ന് വെച്ച് പോകാനാണോ നിന്റെ തീരുമാനം? പറയടാ, ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറ. എന്താ നീ മിണ്ടാതെ നിൽക്കുന്നേ? പറ, മിണ്ടാതിരിക്കാതെ പറ. എല്ലാവരുടെ മനസ്സിലും ഇഷ്ടങ്ങൾ ഉണ്ടാവും ശ്രേയ. ആ ഇഷ്ടങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയണമെന്നില്ല. മനസ്സിൽ ഓർമ്മ വെച്ച് ജീവിച്ചു തീർക്കണം. നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കാനിട്ടല്ല, എന്റെ സിറ്റുവേഷൻ അതായി പോയി. അപ്പോ ഇതാണ് നിന്റെ തീരുമാനം അല്ലേ? എന്റെ തീരുമാനമല്ല ശ്രേയത്, വിധിയുടെ തീരുമാനം. ലൈഫിൽ എല്ലാ കാര്യത്തിനും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടില്ല. പക്ഷെ ഞാൻ നിനക്ക് സെക്കൻഡ് ചാൻസ് തരാം. ചാരുവിന്റെ കഴുത്തിലെ താലി അഴിച്ച് നീ എന്റെ കൂടെ വാ. ആകാശേ, പറ, പറ്റുമോ ഇല്ലയോ? പറ, നീ എന്താ ഒന്നും പറയാത്തത്? പറ, പറ്റുമോ ഇല്ലയോ? പറ്റില്ല. പറ്റില്ല. ചാരുവിന്റെ കഴുത്തിലെ താലി ഞാൻ അഴിക്കില്ല. അപ്പോ നീ എന്തിനാ ഞാൻ ഇട്ട് തന്ന മോതിരം വിരലിട്ടിരിക്കുന്നത്? അതൂരിക്കള. നിന്നെ കൊണ്ട് അതിന് കഴിയില്ല ആകാശേ. ഈ മോതിരമാണോ നിന്റെ പ്രശ്നം?
എന്റെ മനസ്സിലെ ഓർമ്മകൾ മതി എനിക്ക്. അതിന് ഈ മോതിരത്തിന്റെ ആവശ്യമില്ല. ആകാശ്, ഒരു മോതിരമായിട്ടല്ല ഞാനിത് നിനക്ക് ഇട്ടു തന്നത്. എന്റെ ജീവിതവും സ്വപ്നങ്ങളുമായിരുന്നു. അത് നീ വേണ്ടെന്ന് വെച്ച് പോകുമ്പോ നിന്റെ മനസ്സിൽ ഞാനില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നീ ഇട്ടു തന്ന ഈ മോതിരം ഞാൻ കളയില്ല. എന്റെ ജീവനായിട്ട് ഈ മോതിരം എന്നും എന്റെ കൂടെ ഉണ്ടാവും. നീ പൊയ്ക്കോ. ഒരു കാര്യം നീ കേട്ടോ, ഇത്രയും നാൾ നീ കണ്ട ശ്രേയ ആയിരിക്കില്ല ഇനി നീ കാണാൻ പോകുന്നത്. ഒരു പുതിയ ശ്രേയ ആയിരിക്കും.